ഏകദേശം മദ്രസ ഇങ്ങനെ പൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കുട്ടികൾക്കൊന്നും ഇപ്പോൾ മദ്രസ അല്ല. അപ്പോൾ മാഡത്തിൻ്റെ മദ്രസ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നേരെ വെട്ടി കിച്ചണിലേക്ക് നമ്മൾ മുട്ട പുഴുകണം വിഷയം എടുത്തിട്ട് നേരെ വെള്ളമൊക്കെ ഒഴിച്ച് മുട്ട പുഴുകാൻ വേണ്ടി ഒരു ഹോളിട്ട് നേരെ പണി പാളി. ഹോളിട്ടത് കുറച്ച് കൂടിപ്പോയി. അത് പിന്നെ അടുത്ത പരിപാടിയാക്കാൻ വിചാരിച്ചു പ്ലാൻ ബി എന്ന് പറഞ്ഞ വേറൊന്നുമല്ല. ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക, ആ പൊട്ടിയ മുട്ടൊക്കെ എടുത്തിട്ട് നേരെ ആക്കി ഇടുക, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അതെടുക്കുക, ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, അതിനുശേഷം കുറച്ച് പച്ചക്കറിയും പിന്നെ ഒരു കോഫിയും പാടെ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളെ കഫീലിൻ്റെ അനി അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മൂപ്പര് പറഞ്ഞു നമ്മളെ വണ്ടി ഒന്ന് കഴുകിത്താട്ട് എന്ന്. പിന്നെ നമ്മളെ കയ്യിൽ മുറിയാണെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ആ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ വണ്ടി കഴുകാനുള്ള പ്ലാനിങ് ആക്കിയിട്ട് പുറത്തങ്ങോട്ട് വന്നിരുന്നു. അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓസൊക്കെ വലിച്ചിട്ട് കഴുകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ബീസ വന്നിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കുന്നുണ്ട്. അതിനെ കുറച്ച് നേരം തലോടി. അതിനുശേഷം നമ്മൾ വണ്ടി കഴുകലൊക്കെ ഇങ്ങനെ നടത്തി. ഇത് നമ്മൾ കഫീലിൻ്റെ അനിയൻ്റെ വണ്ടി അടക്കം തലക്കാണ് കഴുകാൻ പറയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കഴുകി കൊടുക്കലുണ്ട്. പാവാണ് മൂപ്പര്. തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ മിഷീലിട്ട് സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ പോയി അലിൻ്റെ അടുത്തേക്ക്. അവൻ മുറി കെട്ടഴിച്ച് തരും ചെയ്ത്. ഏകദേശം മുറിത ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞ അടുത്ത പരിപാടി കുളിക്കണം. അതിന് വേണ്ടി തലയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മസാജ് ചെയ്യലും കഴിഞ്ഞു. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ മസാജ് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ കുളിനാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ തന്നെ ആ കെട്ടഴിച്ച മുറി ഉണ്ടല്ലോ, നമുക്കത് വീണ്ടും ഒന്ന് കെട്ടണം. നഖം വെട്ടിയിട്ടും ബാക്കി ഭാഗം ഉണ്ടല്ലോ അത് വലിച്ചെടുത്തതാ. അതിനാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മുറി ഉണ്ടായിട്ടുള്ളത്. 2-3 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പഴുത്തിട്ട് അത് നേരെ പൊട്ടി ചെലവലിക്കാൻ തുടങ്ങി. നേരെ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ഒരു നഖമെട്ടൽ വെട്ടൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.